വി.എൻ. പ്രസൂദ്, ഇപ്പോൾ രാജ്യത്തെ സംബന്ധിച്ച് വളരെ നിരാശയുണ്ടാക്കിയ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ദുഃഖമൊക്കെയുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ആർക്കാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത്? ആർക്കാണ് ഇതിൽ യഥാർത്ഥത്തിൽ ഉത്തരവാദിത്തം? തീർച്ചയായിട്ടും ഇന്ന് രാവിലെ നിശ്ചിത സമയത്ത് വിനീഷ് ഫോർട്ടിൻ്റെ വെയിറ്റ് കറക്റ്റാക്കി കാണിക്കണം. വിനീഷ് ഫോർട്ട് മാത്രമല്ല, ഇന്ന് വിനീഷ് ഫോർട്ടിൻ്റെ കൂടെയുള്ള മത്സരിക്കേണ്ട മറ്റ് 7 പേര്, അവരെല്ലാം അവരെ കോച്ചസ് വെയിറ്റ് റെഡ്യൂസ് ചെയ്യിച്ച് കൊണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ വിനീഷ് ഫോർട്ടിൻ്റെ ഭാഗത്തുനിന്ന് വിനീഷ് ഫോർട്ടിൻ്റെ കോച്ചും ആണ് ഇതിൻ്റെ ഉത്തരവാദിത്തമുള്ളത്. പക്ഷേ ഈ എന്താണ് വീഴ്ച വന്നിരിക്കുന്നത് എന്നാണ് നിങ്ങളുടെ വിലയിരുത്തൽ? എൻ്റെ വിലയിരുത്തലാണെങ്കിൽ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് വെയിറ്റ് കുറച്ചാണ് ഇന്നലെ രാവിലെ വെയിറ്റ് ക്ലിയറാക്കി കാണിച്ചതും അതിനുശേഷമുള്ള 3 മത്സരത്തിനിടയ്ക്ക് വിനീഷ് ഫോർട്ടിൻ്റെ എനർജി സ്റ്റാമിന നിലനിർത്താൻ വേണ്ടിയുള്ള ആഹാരം കഴിച്ചതിന് ആഹാരം കഴിച്ചതാണ് വൈകുന്നേരം 3ാമത്തെ മത്സരം സെമി ഫൈനൽ കഴിഞ്ഞപ്പോൾ വെയിറ്റ് കൂടുതലായി കാണുകയും അത് ഇന്ന് രാവിലെ 8 മണിക്ക് മുമ്പ് കുറയ്ക്കേണ്ട ഉത്തരവാദിത്തം കോച്ചിനും അത്ലറ്റിനും തന്നെയാണ്. അപ്പോൾ അത് കുറഞ്ഞില്ല, എത്ര ശ്രമിച്ചിട്ടും കുറഞ്ഞില്ല എന്നുള്ളതുകൊണ്ടാണ് ആദ്യം ഒരു ചാൻസ് കൊടുത്തു, രണ്ടാമത് ഒരു ചാൻസ് കൂടെ കൊടുത്തപ്പോൾ 100 ഗ്രാം വീണ്ടും കൂടുതലായിരുന്നു. ലാസ്റ്റ് ചാൻസാണ്. അത് ഇൻ്റർനാഷണൽ ടെക്നിക്കൽ ബോഡിയാണ്. ഒരാൾ വെയിറ്റ് കൊടുക്കുമ്പോൾ അത് മറ്റ് രാജ്യങ്ങളിലുള്ള എല്ലാ കളിക്കാരും അവരുടെ കോച്ചസും കാണുന്നതാണ്. അത്ര ട്രാൻസ്പെറൻസി ഉള്ളതാണ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു അതിനുശേഷം വിനീഷ് ഫോർട്ട് ഹോസ്പിറ്റലായതെന്ന് വെച്ചാൽ ക്ലിനിക്കൽ അഡ്മിറ്റ് ചെയ്തു. കാര്യം ഡീഹൈഡ്രേഷൻ അത് തന്നെ അറിയാം. മാക്സിമം ട്രൈ ചെയ്തിട്ടും 100 ഗ്രാം വീണ്ടും കൂടുതലുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ കാരണം അതാണ്. ശരിയാണ്, ഇതൊക്കെ നാം അറിഞ്ഞു. പക്ഷേ ശ്രീ പ്രസൂദ്, ഈ 15 മിനിറ്റ് സമയം അത് നീട്ടിത്തരണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു, അതിനവർ വഴങ്ങിയില്ല എന്ന് കേൾക്കുന്നു. അതാണോ സംഭവിച്ചത്? അതോ ഈ പറയുന്നത് പോലെ കൃത്യമായ സമയം, ആ സമയത്ത് നമുക്കിത് ചെയ്യാൻ കഴിയാതെ പോയി, അങ്ങനെയാണോ? വളരെ തെറ്റാണ്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. കാര്യം ഇത് ഇന്റർനാഷണൽ ബോഡിയുടെ തീരുമാനം. നിശ്ചിത സമയമുള്ളത് എല്ലാ കോച്ചസിനും. വിനീഷ് ഫോർട്ടിൻ്റെ കോച്ച് ഫോറിൻ കോച്ചാ, വളരെ അറിവുള്ള ആളാണ്. പുള്ളിക്കാരൻ അറിയാമല്ലോ, 2 പ്രാവശ്യം ചോദിച്ചു, 2 പ്രാവശ്യം കൊടുത്തല്ലോ. പക്ഷേ അതിനു മുമ്പ് നിരവധി തവണ നമുക്ക് പുറത്തും ടെസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്, അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ടെസ്റ്റ് ക്ലിയർ ചെയ്ത് നിശ്ചിത സമയത്തിനകത്ത് നമ്മൾ വെയിറ്റ് കൊടുക്കണം. അത് കൊടുക്കാനുള്ളതിൽ പരാജയപ്പെട്ടു. അത് എനിക്ക് തോന്നുന്നു വിനീഷ് ഫോർട്ടിനും കോച്ചിനും നല്ലപോലെ അറിയാം ഞങ്ങളുടെ വെയിറ്റ് കുറഞ്ഞില്ല. പക്ഷേ ലാസ്റ്റ് സമയത്തെങ്കിലും കയറി അതിനെ ഉള്ളതെങ്കിലും കാണിക്കണ്ടേ, ഇല്ലെങ്കിൽ തന്നെ പുറത്താവും. ശ്രീ പ്രസൂദ്, ആരാണ് വിനീഷ് ഫോഗട്ടിന്റെ കോച്ച്? ഫോറിൻ കോച്ചാണ്. വിനീഷ് ആവശ്യപ്പെട്ടനുസരിച്ച് 1.5 വർഷം മുൻപ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്ത് കൊടുത്ത കോച്ചാണ്. പുറത്തായിരുന്നല്ലോ പരിശീലനം. ശരി, ഈ കോച്ചിനല്ലേ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം? പ്രത്യേകിച്ചും ഈ കായിക ഇനങ്ങളിലൊക്കെ മത്സരിക്കുമ്പോൾ പൊതുവിൽ ഈ അന്തിമ വാക്ക് കോച്ചിൻ്റെതാണ്. അത് കേൾക്കുകയാണ് താരം ചെയ്യുക, അങ്ങനെയൊക്കെയാണ് കേട്ടിട്ടുള്ളത്. ചീഫ് കോച്ച് പുള്ളി തന്നെയാണ് പ്രധാന കോച്ചിൻ്റെ കൂടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫിസിയോതെറാപ്പിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് വിനീഷ് പറഞ്ഞവരെല്ലാവരും കൊടുത്തിട്ടുണ്ട്. അതിൽ സത്യത്തിൽ അവരെല്ലാം ആഗ്രഹം കുറയണം, നമ്മുടെ എല്ലാ ആഗ്രഹം കുറയണമാണ്. ഇന്ന് ഫൈനലിൽ പിടിച്ച് ഗോൾഡ് വരണം തന്നെയാണ് ആഗ്രഹം. പക്ഷേ സംഭവിച്ചു പോയി. നിശ്ചിത സമയത്തിനകത്ത് ലാസ്റ്റ് ടൈം നമ്മൾ വെയിറ്റ് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ കയറിയേ പറ്റത്തുള്ളൂ. ആ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യാൻ പറ്റും? സംഭവിച്ചു. പക്ഷെ അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. 100 ഗ്രാം വരെ ആയിട്ട് ഒരു നിവൃത്തിയില്ലാതെ തിരിച്ചടി ഉണ്ടാകുകയെന്ന് വെച്ചാൽ അത് നമ്മുടെ ഭാഗത്തൊന്നും തെറ്റിൻ്റെയാണ്. ആ കോച്ചിന്റെയും കളിക്കാരിയും തെറ്റുന്നേ ഞാൻ പറയും. വിനീഷ് ഫോഗട്ടിന് ഇതിൽ എന്ത് തെറ്റുപറ്റിയെന്നാണ്? അവർ കഠിനമായി പരിശ്രമിച്ചിട്ടില്ലേ? അതുകൊണ്ട് അവർ ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ കഴിയുമോ? ഒരിക്കലുമില്ല. വിനീഷ് ഫോർട്ടിനെ അല്ല കുറ്റപ്പെടുത്താനുള്ള. വിനീഷ് ഫോർട്ട് ഇത്രയും ദിവസം ട്രെയിൻ മേടിച്ച് ഏത് കോച്ചിൻ്റെയാണ്, ആ കോച്ചിൻ്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ആ കുട്ടി പ്രവർത്തിച്ചിട്ടുള്ളൂ. ഇന്നതെല്ലാം കഴിക്കാം. ആദ്യത്തെ ദിവസം ഈ പറഞ്ഞ പോലെ 3 മത്സരമുണ്ടെന്നും എങ്ങനെയൊക്കെയാണ് ശരീരത്തിൻ്റെ സ്ട്രെങ്ത്, സ്റ്റാമിന എല്ലാം നിലനിർത്തേണ്ടതനുസരിച്ച് ആ കോച്ച് നിർദ്ദേശിച്ച ഫുഡ് മാത്രമേ അത് കഴിച്ചിട്ടുള്ളൂ. പക്ഷേ വെയിറ്റ് കൂടിയെന്നുള്ളൊരു വാസ്തവമാണല്ലോ. അത് രാത്രിത്തെ സെമി ഫൈനലിന് ശേഷം രാവിലെ വെയിറ്റ് കാണിക്കേണ്ട സമയത്തിനകത്ത് കുറച്ചെടുക്കുക എന്നുള്ളതും കൂടെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് ആ കോച്ച് പറയുന്ന അനുസരിച്ചായിരിക്കും അത് ആ കുട്ടി ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു രാത്രി മൊത്തം അത് ട്രൈ ചെയ്തിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്, വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി. ശരി, അവരുടെ ഭാഗത്തുനിന്ന് വേണ്ടതെല്ലാം അവർ ചെയ്തു, കോച്ചിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ കഴിയുന്നതെല്ലാം കോച്ചും ചെയ്തു എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. നിങ്ങളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷേ ശ്രീ പ്രസൂദ്, ഇവിടെ നേരത്തെ തന്നെ ഇന്ത്യൻ ക്യാമ്പുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ വിനേഷ് ഫോഗട്ട് ഉന്നയിച്ചിട്ടുണ്ട് പരസ്യമായി തന്നെ.
അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി, കൃത്രിമം ഈ കാര്യങ്ങളിൽ ഇവരെയൊക്കെ മറികടന്നുകൊണ്ട് സംഭവിച്ചിട്ടുണ്ടാകാം, അതിൻ്റെ ഒരു ദുരന്ത ഫലമാകാം ഉണ്ടായിട്ടുണ്ടാവുക എന്ന സംശയങ്ങൾ ഉയരുന്നുണ്ട്. അതിനോടുള്ള മറുപടി എന്താണ്? വളരെ ഈ ക്വസ്റ്റ്യൻ തന്നെ വളരെ ബാലിശമായിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം വിനീഷ് ഫോഗട്ട് ആവശ്യപ്പെട്ട വിശ്വാസമുള്ള ഫോറിൻ കോച്ച്, വെളിയിലുള്ള കോച്ചിനെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്ത് കൊടുത്തത്, അംഗീകരിച്ചു കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ എമൗണ്ടും കൊടുത്ത് വിനീഷ് ഫോഗട്ട് അവിടെ പോയി അവിടെ ട്രെയിൻ ചെയ്ത് അവിടെ നിന്ന് നേരെ പാരീസ് വരികയായിരുന്നു. അവിടെ വന്നാൽ എനിക്കറിയാം, ഞാൻ മുമ്പ് ഒളിമ്പിക്സിന് പോയിട്ടുള്ളതാണ്, ഒരു പുറത്തുനിന്നുള്ള ആരും തന്നെ വില്ലേജിനകത്ത് പ്രവേശിപ്പിക്കത്തില്ല, ട്രെയിനിങ് സെൻറ്റർ പ്രവേശിപ്പിക്കത്തില്ല, ID കാർഡുള്ളവർ മാത്രമാണ്, ആരെയും വെളിയിൽ നിന്ന് കാണിക്കത്തില്ല. അവിടെ വിനീഷ് ഫോഗട്ട് ആവശ്യപ്പെട്ട ട്രെയിനറെ മാത്രമേ അതിൻ്റെ കൂടെ ഉള്ളൂ, അതിൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റ് കൂടെ ഉള്ളൂ. അവരല്ലേ ആദ്യത്തെ ദിവസം ട്രെയിൻ ചെയ്ത് കറക്റ്റാക്കി വെയിറ്റ് കുറച്ച്, കാര്യം ആദ്യത്തെ ദിവസം എന്ന് വെച്ചാൽ തലേ ദിവസം മത്സരം ഇല്ലായിരുന്നു, അപ്പോൾ വെയിറ്റ് കുറയ്ക്കാം. വെയിറ്റ് കുറച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഇന്നലെ രാവിലെ വെയിറ്റ് കാണിച്ച് ഇന്നലത്തെ മൂന്ന് മത്സരം കഴിക്കണമെങ്കിൽ ഇതേപോലെ വെയിറ്റ് കുറച്ച കുട്ടിക്ക് അതിനുശേഷമുള്ള പ്രോട്ടീൻ ആഹാരം എല്ലാം കൊടുത്ത് ഓരോ മത്സരം കഴിയുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് കോച്ചിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അവർ അതിൻ്റെ ആഹാരം കഴിച്ചിട്ടാണ് 3 മത്സരത്തിൽ പങ്കെടുത്തത്. 3 മത്സരം ജയിച്ചിട്ട് പിന്നെ നോക്കിയ വെയിറ്റ് രാവിലത്തേക്ക് കുറയ്ക്കേണ്ട ഉത്തരവാദിത്വം അവരുടെ തന്നെയാണ്. ഇത് മനഃപൂർവ്വം വിനീഷിൻ്റെ കോച്ചോ ചെയ്യുന്നു ഒരിക്കലും ആർക്കും പറയാൻ പറ്റില്ല. സംഭവിച്ചു പോയി, അത് കുറഞ്ഞില്ല. നിശ്ചിത സമയമുണ്ടല്ലോ നമുക്ക് എല്ലാത്തിനും, ആ സമയത്തിനകത്ത് കാണിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കായിരുന്നു. പക്ഷെ അപ്പോഴും കുറഞ്ഞില്ല, എന്ത് ചെയ്യാൻ പറ്റും? ആരെങ്കിലും വെറുതെ പഴിച്ചിട്ടോ ഒന്നുമല്ല, സംഭവം 100 ഗ്രാം കുറഞ്ഞില്ല. ഇത് ഇൻ്റർനാഷണൽ ബോഡി, ടെക്നിക്കൽ ബോഡി വെയിറ്റ് എടുക്കുമ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് വേണ്ടി 100 ഗ്രാം അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റത്തില്ല, മറ്റൊരാൾക്ക് വേണ്ടി കുറച്ചു കൊടുക്കാനും പറ്റത്തില്ല. അതാണ് എൻ്റെ കാര്യം. അതുകൊണ്ട് ആരും മനഃപൂർവ്വം നമ്മൾ പഴിചാരുന്നല്ല, സംഭവിച്ചു പോയി. നഷ്ടം ഇന്ത്യക്കാണ് ഒരു മെഡൽ, അതാണ് അതിന്റെ പ്രധാനം. പക്ഷേ ശ്രീ പ്രസൂദ്, ഇപ്പൊ ഈ ക്യാമ്പൊക്കെ പ്രത്യേകമായി ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഈ കാര്യത്തിൽ. അല്ലാതെ നാം ഈ കോച്ചിനെയും വിനീഷ് ഫോഗട്ടിനെയും മാത്രമായി ഇങ്ങനെ പഴി പറയുകയല്ലോ വേണ്ടത്. മാത്രവുമല്ല, ഈ സംശയങ്ങൾ ഉയരുന്നത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഈ വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ എടുത്ത നിലപാടൊക്കെയാണ്. അവിടുത്തെ മാധ്യമ ഗ്രൂപ്പുകളിൽ ഈ കാര്യങ്ങൾ അറിയിക്കുന്ന വിധം തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് പെട്ടെന്ന് തന്നെ അറിയിക്കുകയാണ്, ഇങ്ങനെ വിനീഷ് ഫോഗട്ട് ഈ കാര്യത്തിൽ പരാജയപ്പെട്ടു, ഇനിയിപ്പോൾ അവരുടെ ഒരു സ്വകാര്യതയിലേക്ക് കടന്നു കയറരുത്, ഇന്ന് നടക്കുന്ന മറ്റു മത്സരങ്ങളിലേക്ക് ഞങ്ങളിപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ആ രൂപത്തിൽ ഇതൊക്കെ സംഭവിച്ചതിനെ നിസ്സാരമായി കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അത് അവിടെ കഴിയുന്നു എന്ന മട്ടിലുള്ള പ്രതികരണം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ തിടുക്കത്തിൽ കാട്ടിയത് എന്തുകൊണ്ട്? അത് ഞാൻ പറയാം, ഇതിനകത്ത് ഒരു ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ട്. കാര്യം ഞങ്ങളുടെ റെസ്ലിംഗ് ഫെഡറേഷൻ ഇതിൻ്റെയും UWW അന്താരാഷ്ട്ര ഫെഡറേഷന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ എല്ലാം ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യമാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ചെഫ് ഡി മിഷൻ പുള്ളിയും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും വിനീഷ് ഫോഗട്ടിന് അതിൻ്റെ അതിനകത്ത് ഉൾപ്പെടാൻ പറ്റുമോ എന്ന് നോക്കേണ്ടത് ഓരോ ഇന്ത്യക്കാരൻ്റെയും അതിൻ്റെ സംവിധാനത്തിൻ്റെ കീഴിൽ നിന്ന് ചെയ്യേണ്ടതാണ്. പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ടെക്നിക്കൽ കമ്മിറ്റിയുടെയാണ്. അവർ എല്ലായിടത്തും ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഭാഗം ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം അവിടെ വേറെ ഒരു സാധ്യതയും ഇല്ലെന്നുള്ള അറിയാൻ പറ്റും. കാര്യം നാഷണൽ ടെക്നിക്കൽ കമ്മിറ്റിയിൽ ഞാനാണ് നോക്കുന്നത്, ഇൻ്റർനാഷണൽ ടെക്നിക്കൽ കമ്മിറ്റി നോക്കിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ നമുക്കറിയാമെന്നുള്ളതാണ് അതിനൊരു സാധ്യത കുറവാണ്. 0.1% പോലും ഇല്ല എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ട്. എന്നാലും നമ്മൾ ആഗ്രഹം, നമ്മുടെ ഒരു അപ്പീൽ കൊണ്ട് ഇപ്പോൾ റെസ്ലിംഗ് ഫെഡറേഷൻ്റെ പ്രസിഡന്റിനെ കൊടുത്തിട്ടുണ്ട് കമ്മിറ്റി പരാതി. പക്ഷെ എന്നാലും അതിന് സാധ്യത വളരെ വളരെ കുറവാണ്. എന്റെ ചോദ്യം ആ സാധ്യതകൾ കുറവോ കൂടുതലോ എന്നതല്ല, തിടുക്കപ്പെട്ടൊരു പ്രസ്താവന ഇറക്കി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഇതൊരു അടഞ്ഞ അധ്യായം എന്ന നിലപാടെടുത്തത് എന്തുകൊണ്ട് എന്നാണ് ശ്രീ പ്രസൂദ്? കാര്യം ഈ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയിൽ ടെക്നിക്കൽ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുമല്ലോ ഇതിൻ്റെ ഇന്ത്യയിൽ നിന്നുള്ള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഒരു പ്രതിനിധി അവിടെ ഉള്ളത്. അദ്ദേഹം ബന്ധപ്പെട്ടായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് നേരിട്ട് അറിയില്ല, ബന്ധപ്പെട്ടായിരിക്കും. പക്ഷേ റെസ്ലിംഗ് ഫെഡറേഷൻ പരാതി അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഞങ്ങളിതുവരെ ഒരു ഔദ്യോഗികമായിട്ട് ഒരു അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഞങ്ങൾക്കും അതിൻ്റെ മറുപടി അന്താരാഷ്ട്ര ടെക്നിക്കൽ കമ്മിറ്റിയിൽ നിന്ന് കിട്ടും. ശരി, ഈ ഗുസ്തി ഫെഡറേഷന്റെ പരാതിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ പരാതി പറഞ്ഞത് പുനഃപരിശോധിക്കാനേ പറഞ്ഞത്. ഈ വെയിറ്റ് 100 ഗ്രാം കൂടുതലായി അതിനെ പുനഃപരിശോധിക്കാൻ പറ്റുമെങ്കിൽ, സാങ്കേതികത്വം അതിനകത്തുണ്ടെങ്കിൽ അത് പരിശോധിക്കണം എന്ന് പറയാനേ നമുക്കും അധികാരമുള്ളൂ. അല്ലാതെ 100 ഗ്രാം കുറച്ച് തരണം എന്ന് പറയാൻ അധികാരമില്ല. കാര്യം അതിൻ്റെ കൂടെ മത്സരിക്കുന്ന എല്ലാവരും ആയിരിക്കും പ്രൊട്ടസ്റ്റ് കൊടുക്കുന്നത്. നിയമപ്രകാരം ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള സിസ്റ്റമാണ്. അവിടെ ചെന്ന് നമുക്കൊരു ടോക്കൺ കിട്ടുന്നത് ഓട്ടോമാറ്റിക്കാണ്, സീഡിങ് കിട്ടുന്നത് ഓട്ടോമാറ്റിക്കാണ്. വിനീഷ് ഫോഗട്ടിനൊക്കെ സീഡിങ് ഇല്ലായിരുന്നു. കഴിഞ്ഞ ഒളിമ്പിക്സിന് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മെഡൽ കിട്ടുന്നതൊക്കെ സീഡിങ് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് എന്തായാലും നല്ലൊരു മത്സരത്തിന് തുടക്കമായിരുന്നു. കഴിഞ്ഞ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യനെ തോൽപ്പിച്ചു, ഒളിമ്പിക് ചാമ്പ്യനായിരുന്നു, തോൽപ്പിച്ചു. അത് ക്രമേണ മുകളിലോട്ട് വന്നു. നമ്മുടെ എല്ലാ ഇന്ത്യക്കാരുടെ ഒക്കെ വളരെ അഭിമാനമായിട്ട് നിന്നപ്പോൾ ഇന്ന് രാവിലെ ഒരു
ഇങ്ങനെ അത് ടെക്നിക്കൽ സൈഡാണ്. ടെക്നിക്കൽ സൈഡാകുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? കൃത്യമായിട്ടും അപ് ടു 50 kg ആണ്. 50 കിലോ മാത്രമേ കൂടുതൽ കാണിക്കുന്ന വിനീഷ് ഫോഗട്ടല്ല, അതിൻ്റെ കൂടെ മത്സരം ആരായിരുന്നാലും ഇന്റർനാഷണൽ ടെക്നിക്കൽ കമ്മിറ്റി അത് തള്ളിക്കളയും. പക്ഷേ ശ്രീ പ്രസൂദ്, ഇപ്പൊ നിങ്ങളുടെയൊക്കെ ഈ പ്രതികരണത്തിൽ നിന്ന് തോന്നുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് രാജ്യത്തൊരു വലിയ വികാരം എന്തായാലും ഇതുവഴി ഉണ്ടായിരിക്കുന്നു. അപ്പോൾ പേരിനെങ്കിലും എന്തെങ്കിലും ഒരു നടപടി എടുത്തു എന്ന് തോന്നിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണോ ഇപ്പോൾ ഈ ഗുസ്തി ഫെഡറേഷനും ഇങ്ങനെ ഒരു പരാതി നൽകിയിരിക്കുന്നത്? നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വാക്കുകളിൽ തന്നെ ഉണ്ട് ഒരു സാധ്യതയും ഇല്ലാത്തൊരു കാര്യമാണ്. ഭംഗ്യേന്ദ്രൻ നിങ്ങൾ പറയുന്നത് പേരിനൊരു നടപടി എന്ന മട്ടിലാണ്. അല്ല, സംശയം തോന്നുന്ന കാര്യം, ഇന്ത്യയിലുള്ള ആര് ബന്ധപ്പെട്ടാലും ഇന്റർനാഷണൽ കമ്മിറ്റിക്ക് ഒരു തീരുമാനമില്ലേ? അതിന്റെ തീരുമാനം വെറുതെ എടുക്കുന്ന തീരുമാനമല്ലേ, അത് ലിഖിതമായി എഴുതി വെച്ചിരിക്കുന്ന തീരുമാനങ്ങളാണ്. അത് വർഷങ്ങളായിട്ടുള്ളതാണ്. അതിനകത്ത് മാറ്റാൻ പറ്റില്ല. ആര് വിചാരിച്ചാലും മാറ്റിയാൽ എന്തുകൊണ്ട് മാറ്റിയെന്നുള്ള അടുത്ത ക്വസ്റ്റ്യനും കൂടെ മറുപടി പറയേണ്ടി വരും. അത് എൻ്റെ അറിവ് കൊണ്ടോ ഞാൻ പറയുകയാണ്. അങ്ങനെ ഒരു റിട്ടേൺ ആയിട്ടുള്ള തീരുമാനം 50 കിലോ ഉള്ള മത്സരത്തിൽ 50 കിലോ കാണിക്കുന്നവരെ മത്സരിക്കാം എന്ന് പറയുന്നതിനകത്ത് നമ്മുടെ അപ്പീൽ കൊണ്ട് ചെല്ലുമ്പോൾ 50 കിലോ 100 കിലോ വരുന്നാലും സമ്മതിക്കാമെന്ന് ഒരു രണ്ടാമത് രേഖപ്പെടുത്താൻ പറ്റത്തില്ല. അത് എനിക്കും അറിയാം, വിനോദ് ഫോഗട്ടിനും അറിയാം, വിനോദ് ഫോഗട്ടിന്റെ കോച്ചിനും അറിയാം. ഞാൻ ടെക്നിക്കൽ കമ്മിറ്റി ഉള്ളായിരുന്നുകൊണ്ട് എനിക്കറിയാവുന്നേ ഉള്ളൂ. പക്ഷെ അവർക്കറിയാം, ഒരു കോച്ചിന് ഇതിനെപ്പറ്റി എല്ലാം അറിയാം. സംഭവിച്ചു പോയി ലാസ്റ്റ് സമയത്ത് ലാസ്റ്റ് വിളിക്കുമ്പോഴും കയറി അത് അപ്പീർ ചെയ്യുക 100 ഗ്രാം കൂടുതലാണെന്ന് നമുക്കും അറിയാം, അവർക്കും അറിയാം. അത് രേഖപ്പെടുത്തുന്നത്, റെക്കോർഡ് ചെയ്യുന്നത് എല്ലാ ബാക്കി നിൽക്കുന്ന കോച്ചസിനും പ്ലേയേഴ്സിനും ഒക്കെ കണ്ടതല്ലേ. അതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ശരി പ്രസൂദ്, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം.